ശാന്തതയുടെ നഗരമായ ആനന്ദപുരയിൽ സ്വരാജ് എന്ന ജ്ഞാനിയായ സെൻഗുരു തൻ്റെ ഉത്സാഹിയായ ശിഷ്യൻ ആരാധ്യന് കാലാതീതമായ ജ്ഞാനം പകർന്നു. ഒരു ദിവസം അവർ ബോധിവൃക്ഷത്തിൻ്റെ ചുവട്ടിലിരിക്കുമ്പോൾ സ്വരാജ് ഉപബോധ മനസ്സിൻ്റെ ആഴങ്ങളിൽ മറിഞ്ഞിരിക്കുന്ന അസാധാരണമായ ശക്തിയുടെ കഥ ആരംഭിച്ചു. ആരാധ്യ, സ്വരാജ് തുടങ്ങി, നമ്മിൽ ഓരോരുത്തർക്കും ഉപയോഗിക്കപ്പെടാത്ത സാധ്യതകളുടെ ഒരു മേഖലയുണ്ട്. ഉപബോധ മനസ്സ്. അത് ചിന്തകളുടെയും ആഗ്രഹങ്ങളുടെയും നമ്മുടെ യാഥാർത്ഥ്യത്തിൻ്റെ നിശബ്ദമായ ലൈബ്രറിയാണ്. മിനുസമാർന്നതും തിളക്കമുള്ളതുമായ ഒരു കല്ല് വെളിപ്പെടുത്തിക്കൊണ്ട് സ്വരാജ് പറഞ്ഞു. അത് ആരാധ്യക്ക് കൈമാറി ഒരു ആഗ്രഹമുള്ള കല്ലാണ്. നിങ്ങൾ ഹൃദയത്തിൽ നിന്ന് ഒരാഗ്രഹം നടത്തുമ്പോൾ അത് ഈ കല്ലിനോട് മന്ത്രിക്കുക. മാന്ത്രികത വെളിപ്പെടും. ആരാധ്യ കൗതുകത്തോടെ പാറയിൽ പിടിച്ച് കണ്ണുകൾ അടച്ച് അതിൻ്റെ ആഴങ്ങളിലേക്ക് ഹൃദയംഗമമായ ഒരാഗ്രഹം അയച്ചു. അവൻ കണ്ണു തുറന്നപ്പോൾ ഒരു ഇളങ്കാറ്റ് മുല്ലപ്പൂവിൻ്റെ സുഗന്ധം വഹിച്ചു. ശാന്തതയുടെ ഒരു ബോധം അവരെ പൊതിഞ്ഞു. ദിവസങ്ങൾ കടന്നുപോയി. ആഗ്രഹം നടത്തുന്ന ആ കല്ലിനോട് പറയുന്ന ഓരോ ആഗ്രഹവും നിഷ്പ്രയാസം പ്രകടമായി. വിജയവും സന്തോഷവും അപ്രതീക്ഷിത അവസരങ്ങളും ഒരു നല്ല വെള്ളച്ചാട്ടം പോലെ അവൻ്റെ ജീവിതത്തിലേക്ക് ഒഴുകി. ആരാധ്യയുടെ പുതിയ അറിവുകൾ നിരീക്ഷിച്ച സ്വരാജ്, ഉപബോധ മനസ്സ് ഫലഭൂയിഷ്ടമായ ഒരു മണ്ണാണ്. പോസിറ്റിവിറ്റിയുടെ വിത്തുകൾ നട്ടുപിടിപ്പിക്കുക, അവ അത്ഭുതങ്ങളുടെ പൂന്തോട്ടമായി വിരിയുന്നത് കാണുക എന്ന് പറഞ്ഞു. ഭയത്തിൻ്റെ നിഴൽ ആരാധ്യയുടെ ആഹ്ലാദകരമായ യാത്രയ്ക്കിടയിൽ കടന്നു വന്നു. ക്ഷണിക്കപ്പെടാത്ത ഒരു അതിഥി, ഭയം, പുതുതായി കണ്ടെത്തിയ സന്തോഷത്തിൻ്റെ ആധികാരികതയെ ചോദ്യം ചെയ്തുകൊണ്ട് അവൻ്റെ മനസ്സിൽ സംശയങ്ങളും ആശങ്കകളും മന്ത്രിച്ചു. ആരാധ്യയുടെ ഉള്ളിലെ അസ്വസ്ഥത മനസ്സിലാക്കിയ സ്വരാജ് സൗമ്യമായി സംസാരിച്ചു. ഭയം മനസ്സിൻ്റെ സൃഷ്ടിയാണ്, അത് അംഗീകരിക്കുക. പക്ഷേ അത് നിങ്ങളുടെ യാഥാർത്ഥ്യം നിർണ്ണയിക്കാൻ അനുവദിക്കരുത്. സ്വരാജ് മാർഗനിർദ്ദേശം നൽകിയിട്ടും ആരാധ്യയുടെ ഭയം അഴിഞ്ഞാടുന്ന പേടി സ്വപ്നം പോലെ വേരുപിടിച്ചു. അവൻ്റെ രാത്രികളെ അത് ബാധിച്ചു. ഒരിക്കൽ ശാന്തമായ സ്വപ്നങ്ങൾ അസ്വസ്ഥമായ ദർശനങ്ങളായി മാറി. ഇപ്പോൾ നിഷേധാത്മകതയുടെ ഭാരത്താൽ ആഗ്രഹം നടത്തുന്ന കല്ല് അതിൻ്റെ മാന്ത്രികത നഷ്ടപ്പെട്ടതായി തോന്നി. നിരാശയോടെ ആരാധ്യ സ്വരാജിൻ്റെ നേർക്ക് തിരിഞ്ഞു. കരുണാർദ്ദമായ നോട്ടത്തോടെ പറഞ്ഞു, നിങ്ങളുടെ മനസ്സൊരു പൂന്തോട്ടമാണ്. നിങ്ങൾ നട്ടുപിടിപ്പിക്കുന്ന വിത്തുകൾ ശ്രദ്ധിക്കുക. ഭയത്തിന് പകരം പോസിറ്റിവിറ്റി തിരഞ്ഞെടുക്കുക. ഓരോ ചിന്തയും നിങ്ങളുടെ ഉപബോധ മനസ്സ് കേൾക്കുന്ന ആഗ്രഹമാണ്. സ്വപ്നങ്ങളെ വീണ്ടും ഉണ്ടാക്കി തൻ്റെ ആന്തരിക സമാധാനം വീണ്ടെടുക്കാൻ തീരുമാനിച്ച ആരാധ്യ ആഗ്രഹം നടത്തിത്തരുന്ന കല്ലിനെ വീണ്ടും കയ്യിലെടുത്തു. ഈ സമയം ധൈര്യം, പ്രതിരോധം, തൻ്റെ ഭയങ്ങളെ കീഴടക്കാനുള്ള ശക്തി എന്നിവയുടെ ആശംസകൾ അദ്ദേഹം മന്ത്രിച്ചു. പതുക്കെ പേടി സ്വപ്നങ്ങൾ ശമിച്ചു. ഒരു പുതിയ ആഖ്യാനത്തിന് വഴിയൊരുക്കി. ആന്തരിക നിഴലുകൾക്ക് മേൽ വിജയത്തിൻ്റെ കഥ. ആരാധ്യ പോസിറ്റിവിറ്റിക്കും ഭയത്തിനുമിടയിലുള്ള നൃത്തം മുന്നോട്ടു പോകുമ്പോൾ സ്വരാജ് പങ്കുവച്ചു. ജീവിതം ഒരു സന്തുലിതമാണ്, ദ്വന്ദ്ങ്ങളുടെ യുദ്ധമാണ്. രണ്ടും ഉൾക്കൊള്ളുക. എന്നാൽ പോസിറ്റിവിറ്റി വഴി നയിക്കട്ടെ. നിങ്ങളുടെ ഉപബോധ മനസ്സ് വിശ്വസ്ത സഖ്യമാണ്. നിങ്ങൾ വായിക്കുന്ന ഈണങ്ങളോട് പ്രതികരിക്കുന്നു. ആരാധ്യ ഇപ്പോൾ ജ്ഞാനിയായി തൻ്റെ മനസ്സിൻ്റെ ഈണങ്ങൾ സമന്വയിപ്പിക്കാൻ പഠിച്ചു. അവൻ്റെ ദൈനംദിന ജീവിതത്തിൻ്റെ പ്രതിധ്വനിക്കുന്ന സമതുലിതാവസ്ഥയുടെ ഒരു സിംഫണി സൃഷ്ടിച്ചു. ശാന്തമായ ഒരു സായാഹ്നത്തിൽ ആരാധ്യ സ്വരാജിനോട് ചോദിച്ചു, ഗുരു, പോസിറ്റിവിറ്റിയുടെ ആഗ്രഹങ്ങൾ ഭയത്തിൻ്റെ മന്ത്രിക്കലുകളെ മറികടക്കുമെന്ന് ഞാൻ എങ്ങനെ ഉറപ്പാക്കും? അറിവുള്ള പുഞ്ചിരിയോടെ സ്വരാജ് മറുപടി പറഞ്ഞു, മനസാന്ദ്രത വളർത്തിയെടുക്കുക. വിധിയില്ലാതെ നിങ്ങളുടെ ചിന്തകളെ നിരീക്ഷിക്കുക. നെഗറ്റീവ് പ്രവാഹങ്ങളെ പോസിറ്റീവ് ഉദ്ദേശങ്ങളുടെ വെളിച്ചത്തിലേക്ക് തിരിച്ചുവിടുക. നിങ്ങളുടെ ഉപബോധ മനസ്സിൻ്റെ ശക്തി നിങ്ങൾ വളർത്തിയെടുക്കുന്ന ചിന്തകൾ തിരഞ്ഞെടുക്കാനുള്ള നിങ്ങളുടെ കഴിവിലാണ്. സ്വരാജിൻ്റെ ശാശ്വത ജ്ഞാനം ആയുധമാക്കി ആരാധ്യ യാത്ര തുടർന്നു. അവൻ്റെ ബോധപൂർവമായ തിരഞ്ഞെടുപ്പുകളുടെ പ്രതീകമായ ആഗ്രഹം നടത്തുന്ന കല്ല് സ്വയം കണ്ടെത്തലിൻ്റെ പാതയിൽ അവനെ അനുഗമിച്ചു. അവർ ഒരിക്കൽ കൂടി ബോധിവൃക്ഷത്തിൻ്റെ കീഴിലിരുന്നപ്പോൾ സ്വരാജ് പറഞ്ഞു, നിങ്ങളുടെ ഉപബോധ മനസ്സിൻ്റെ ശക്തി അനന്തമാണ്. അത് നിങ്ങളുടെ ഹൃദയത്തിൻ്റെ മന്ത്രോച്ചാരണങ്ങളോട് പ്രതികരിക്കുന്നു.
നിങ്ങൾ വസിക്കാൻ ആഗ്രഹിക്കുന്ന ലോകത്തെ കെട്ടിപ്പടുക്കുന്ന ചിന്തകൾ തിരഞ്ഞെടുക്കുക. ഇഫ് യു ലവ് ടു വാച്ച് ദിസ് വീഡിയോ, യു ക്യാൻ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.